ടിവിയുടെ ലൈനപ്പ് ഇവിടെ നോക്കുകയാണെങ്കിൽ ടിവിയുടെ CSK ലൈനപ്പ് നോക്കുകയാണെങ്കിൽ മന്ദാരം, ഏബൽ, മോബി, സെക്കൻഡ്, ആഷ്, ഓക്സി, അലക്സ്, ബാലൻ, ചന്ദ്രൻ, മെസ്ബോയ്. അത്യാവശ്യം കിടിലൻ ലൈനപ്പിൽ തന്നെയാണ് CSK വന്നിരിക്കുന്നത്. ചന്ദ്രനാണ് ഒരു ഇതിലൊരു കുറവായിട്ടുള്ളത്. ആഷ് 71 പ്ലെയർ ചന്ദ്രബോസ് ആണ്. ഒരു പവർ കുറഞ്ഞ പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രബോസ് ആണ്. പക്ഷെ ഇന്ന് അവൻ 2 പിക്ക് എടുത്ത് ഇത് വെട്ടിയിടുവേ. എന്റെ ഫേസ് ക്യാം അടക്കം വെട്ടിയിടുവേ. ഉറപ്പാണ് ഒരു. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ KVയുടെ സെക്കൻഡ് ലൈനപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. KVയുടെ ഫസ്റ്റ് ലൈനപ്പ് ഓൾറെഡി ക്വാളിഫൈ ആയി ആൻഡ് അവർ തേർഡ് ലൈനപ്പ് ക്വാളിഫൈ ആയില്ല. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ വിംബി, ഷെയ്ഖ് മുഹമ്മദ്, വിറ്റോ, MJ, ക്യൂബൻ, സാത്താൻ, റുസാക്കി, ഹൈഡ്ര, ദ കോയ, സ്പൈഡിയാണ് KVക്ക് ഇന്ന് കളിക്കുന്ന ടീം എന്ന് പറയണത്. സോ ആൻഡ് ഇവിടെ RC വന്നിട്ടുണ്ട്. RCയിൽ നിക്കോപാസ്, തോർ, ഒഡിസൺ, മാച്ചോ, റഷ്യൻ, കഷിമോറ, ഡോൺലിസി, കൈ, നഷിയോ, ക്രെനോസ്. ഇതന്മാരെ നമുക്ക് മറ്റേ പണി തരാൻ വേണ്ടി വന്ന ടീം ഇന്നത്തെ ടീമേ. മറ്റവന്മാര് വായിക്കൊള്ളാം. നോക്കുകയാണെങ്കിൽ തരികിട, റെട്രോ, അറക്കൽ രാമൻ, പിങ്, റിനു, കഴുകൻദാസ്, ചെമ്പോത്ത്, മോർഗൻ, നെപ്പോളിയൻ. ഇതൊക്കെ കണ്ട നല്ല പേരുകൾ, ഈസി ആയിട്ട് പറയാം നമുക്ക്. റയാൻ ഇവിടെ VH നോക്കുകയാണെങ്കിൽ VHന് വേണ്ടി റയാൻ, യുവർ വില്ലേജ് ഹാസ് ബീൻ റെയ്ഡഡ് ബൈ മിറാസ 557. പോണേ മുട്ടിഞ്ഞു പോണേ, കഷ്ടപ്പെട്ട് അടിച്ചു വെച്ചിരിക്കണ ലൂട്ട്. റയാൻ, റഷ്യൻ കരിമീൻ, റഷ്യൻ DNL, മ്യൂട്ടൻ സിമ്മർ, റഷ്യൻ സ്പീഡോ, CK മാരി, റാംബോ, തുരുമ്പ്, ഷിബു സുൽത്താൻ, ഹോട്ട് പിസ അടങ്ങിയ VHന്റെ ലൈനപ്പ്. VH പക്ഷെ ഒരു ലൈനപ്പ് ഈ വട്ടം നമുക്ക് വന്നിട്ടുള്ളൂ. VHന്റെ ടീമിൽ നിന്ന് ഒരു 2 ടീമിനെ നമ്മൾ 2-3 ടീമിനെ നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷെ VH ഒരു ടീമേ വന്നിട്ടുള്ളൂ. ആൻഡ് ANK നോക്കുകയാണെങ്കിൽ പാർത്ഥിപൻ ജോൺ, സിംഗം സണ്ണി, ഗോസ്റ്റ് റേലി, ജോസഫ്, സൈമൺ ആൻഡ്രൂസ്, ബക്കി ക്രോസ്, ജോവിറ്റോ ആദം, ഗാന്ധി മഹാൻ, ഫാഷിസ് നെക്സസ് ആൻഡ് ടോം സൈഫർ. മാസും VH വന്നതാണോ? അല്ലല്ലോ, മാസ് വേറെ ലൈനപ്പ് അല്ലേ? മാസിലെ പ്ലേയേഴ്സ് VH കളിക്കുന്നുണ്ട്. VHലെ പ്ലേയേഴ്സ് മാസ് കളിക്കുന്നുണ്ട്. VHലെ പ്ലേയേഴ്സ് മാസ്. എന്താ പക്കു ഇങ്ങനെ മിസ്റ്റേക്സ് ഹാപ്പൻ, ഇറ്റ്സ് ഓക്കേ. 40G ജ്യൂസ്, റബാഡ, ഗോഡെക്സ്, ലൂക്കാസ്, കാപ്സ്, ക്രിഷ്, ആവു, സ്റ്റോക്കർ, സ്മോക്ഡ് ബാബ്സ്, എസ്കിന്ദർ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് 1 മിനിറ്റും കൂടെ ബാക്കി. ഓൾറെഡി വായിച്ചായിരുന്നതാ. TV ഒന്നും വേണേ വായിച്ചു തരാം. മന്ദാരം, ഏബൽ, മോബി, സെക്കൻഡ്, ആഷ്, ഓസ്കി, അലക്സ്, ബാലൻ, ചന്ദ്രൻ, മെസ്ബോയ്. ആൻഡ് R3X ആണല്ലോ ഇവിടെ. പക്ഷെ RX3 ഇട്ടേക്കുന്ന കേട്ടോ. ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ പക്കു? RX3 ഇട്ടേക്കുന്ന, R3X ആണ്. എനിക്ക് തന്നതില് പേര് അതായിരുന്നു. ഓക്കെ, R3X. ഹെൻറി, ടെൻസൻ, ഓസ്കാർ, വിച്ചർ, പോൾ വാക്കർ, ദാമോദർ സിംഗ്, സോട്ട, ബില്ല, ഡ്രാക്കുള, ടോക്കിട്ടോ. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ S7 വേണ്ടിയിട്ട് നിയോ, ഔലദ്, ലയൺ, ക്രാറ്റോസ്, ടൈഗർ, WC, ഫ്ലെക്സി, ഷുട്ടുമണി, ഡോക്കി, കക്കാശി. ആൻഡ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി 7 പ്ലേയേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. മുരളി ഡൂഡ്, നൈറ്റ്മെയർ സുട്ടു, സാൽ, ബിബിൻ, ജാക്കി, ചതിയൻ ചന്തു, പുണ്യാളൻ. ആൻഡ് ദ ടൈം ഈസ് അപ്പ്. We are starting the game. First match. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. സ്റ്റാർട്ട് ചെയ്തു. ഇനി വെയിറ്റ് ചെയ്യണ്ട. So Eagle X Excellent Rampage GTA 5 PvP ടൂർണമെന്റിന്റെ Day 4 ഫസ്റ്റ് മാച്ച് ആൻഡ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ജിയിലെ ആദ്യത്തെ മാച്ചും ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കമന്ററി ബോക്സിൽ എന്നോടൊപ്പം MRC ഗോഗു. വെൽക്കം. താങ്ക് യു ഈഗിൾ ഗെയിമിംഗ്. ഇന്ന് ഒരു അത്യുഗ്രഹമായ ഒരു മാച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗ്രൂപ്പ് ജിയുടെ ഫസ്റ്റ് മാച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കുകയാണെങ്കിൽ നമ്മളെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് TVയുടെ മെയിൻ ലൈനപ്പിനെക്കാട്ടിയും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രീമറിന്റെ CSK ആ ഒരു ലൈനപ്പിന്റെ ഒരു മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടറിയാം ഇന്ന് എന്തൊക്കെ നടക്കുമെന്ന്. എന്തായാലും നല്ലൊരു പ്ലേയേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഇതും. സോ നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാം. ആര് ഡോമിനേറ്റ് ചെയ്യുന്ന നമുക്ക് കണ്ടറിയാം, ആര് കൂടുതൽ കില്ലെടുക്കുന്നു കണ്ടറിയാം, ആര് MVP ആവും നമുക്ക് കണ്ടറിയാം. എന്തായാലും നമ്മൾ എക്സൈറ്റഡ് ആണ്. ഞാനും അത് തന്നെ MRC ഗോഗു പറഞ്ഞതുപോലെ ഞാനും ഇന്ന് എക്സൈറ്റഡ് ആണ്. പക്ഷെ മുമ്പേ ഞാൻ എക്സൈറ്റഡ് അല്ലെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് ഞാൻ എക്സൈറ്റഡ് ആണ്, ശരിക്കും എക്സൈറ്റഡ് ആണ്. നമുക്ക് ഏത് ടീം
ഏത് ടീം ക്വാളിഫൈ ആവും, ഏത് ടീം ഡോമിനേറ്റ് ചെയ്യും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഡേ 4. ഗെയിമിംഗ് ലെറ്റ്സ് ഗോ. നമ്മൾ എത്തിയിരിക്കുകയാണ്. കമന്ററി ബോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബാബു നമ്പൂതിരിയെ. ഞാൻ കമന്ററി ബോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബാബു നമ്പൂതിരി. വെൽക്കം വെൽക്കം. താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടെ ലൈവ് ഇട്ട് തരാം. എന്റെ ലൈവ് കണ്ട് കമന്ററി പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ഒന്ന് സൗണ്ട് കുറച്ച് വെച്ചിട്ട് 140 വെച്ചിരിക്കുകയാണ്. ബാബ്സ് എത്തിയിരിക്കുന്നു. ഓക്കെ, ബാബ്സ് ഒന്ന് സംസാരിച്ചേ. ഹലോ ആ ഓക്കെ. ആക്ച്വലി CSK ഡ്രീമറിന്റെ കളി ഉള്ളത് അറിഞ്ഞിട്ടല്ല ഞാൻ ഇന്ന് കമന്ററിയിൽ ജോയിൻ ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ അറിയിക്കുന്നു. നിങ്ങളതൊരു പേഴ്സണൽ റിവെഞ്ച് ആയിട്ടൊന്നും കണക്കാക്കരുത് എന്ന് ഞാൻ ആദ്യമേ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ എല്ലാ പ്ലേയേഴ്സിനും ഫേവറേറ്റ് ആയിട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഫേവറേറ്റ് ആയിട്ടോ അതോ ഫേവറബിൾ ആയിട്ടോ? ഫേവറബിൾ ആയിട്ട്. ഓക്കെ, സോ അനദർ നമുക്കൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാസ്റ്ററിനെയും കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ബാബ്സ്. വെൽക്കം. താങ്ക് യു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ VH versus R3X. അതുപോലെ എന്തിന് അവര് കൈ കൊടുത്ത് പിരിഞ്ഞു. ANK versus R3X നടക്കാനുള്ള എല്ലാ ചാൻസസ് ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് പറഞ്ഞ് പിരിഞ്ഞിരിക്കുകയാണ് അവർ. VH തുരുമ്പ് അവിടെ R3X ഫസ്റ്റ് നോക്ക് എടുത്തിരിക്കുന്നു. തുരുമ്പ് അവിടെ VH വേണ്ടി ആദ്യത്തെ പിക്ക് എടുക്കുന്നു. റഷ്യൻ കരിമീൻ അടുത്തൊരു പിക്ക് എടുക്കുന്നു VH വേണ്ടിയിട്ട്. VH അങ്ങനെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു VH വേണ്ടിയിട്ട്. ANK പ്ലേയേഴ്സ് കുറച്ച് ഷഫിൾഡ് ആയി പോയി. നമുക്ക് നോക്കാം. കമന്ററി ബോക്സിൽ ഞാൻ വെൽക്കം ചെയ്യുന്നു ബാബു നമ്പൂതിരിയെ. അതെ, ടൂർണമെന്റിൽ തന്നെ ഫസ്റ്റ് പിക്ക് ഇതാ തുരുമ്പ് എടുത്തിരിക്കുകയാണ്. ഗണ്ണൊക്കെ തുരുമ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രീമറും ബാക്കി ടീം ലോബിയിലുള്ള ആൾക്കാരും കാണട്ടെ. ഗണ്ണ് തുരുമ്പിക്കാനുള്ളതല്ല, തുരുമ്പെടുത്ത പോലെ തുരുമ്പടിക്കാതെ ഗണ്ണ് വെച്ച് അടിക്കട്ടെ, തുടങ്ങട്ടെ അങ്ങോട്ടെ. സോ ഇപ്പൊ നമുക്ക് ഏകദേശം ഉദ്ദേശം പിടികിട്ടിട്ടുണ്ട് എന്തിനാണ് ഈ VCL വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഉദ്ദേശം നമുക്ക് കാസ്റ്റേഴ്സിനും ബാക്കിയുള്ള ഓഡിയൻസിനും. റാംബോ പെട്ടു. കഴുകന്ദാസിന്റെ മുമ്പിലേക്ക് റാംബോയും കഴുകന്ദാസും അറിയുന്നില്ല. ഒന്ന് സ്പെക്ക് ചെയ്യണേ അവിടെ. അവിടെ 40G. ഒന്ന് റാംബോ സ്പെക്ക് ചെയ്യണം പ്ലീസ്. റാംബോ ഒന്ന് സ്പെക്ക് ചെയ്യണം. അവിടെ എന്താ സംഭവിക്കുന്നത്? റാംബോ കണ്ണെടുത്ത് തിരിച്ചു പോകണോ ഇപ്പോഴും അറിഞ്ഞില്ല. ചെമ്പോത്തിന്റെ വഴിക്ക് പോയി. റാംബോയുടെ വഴിക്ക് പോയി. റാംബോ അവിടെ VH ഷിബു സുൽത്താൻ അടുത്തൊരു നോക്കും കൂടെ എടുക്കുന്നു. VHന്റെ അടുത്തേക്ക്, സ്വന്തം ടീമിന്റെ അടുത്തേക്ക് ലീഡറായ റാംബോയ്ക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ഇതുവരെ. VH റഷ്യൻ സ്പീഡോ അവിടെ ഒരു R3X ടോക്കിയോ എടുക്കുന്നു. റഷ്യൻ സ്പീഡോയ്ക്ക് ഇവിടെ VHലെ 3 പ്ലേയേഴ്സ് ഇവിടെ. ഇവരെന്താ കാണുന്ന ലൈവ് അല്ല, സോറി മാറിപ്പോയി. ഞാൻ ഈ ശരിക്കുള്ള ലൈവിലേക്ക് തിരിച്ചു വരട്ടെ. ഓക്കെ, ഇപ്പൊ മനസ്സിലായി കഥ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. VHും നോക്കുവാണെങ്കിൽ VH പലരും പല സൈഡ്, ലീഡർ ഒരു സ്ഥലത്ത്, വേറെ 3 പേര് ഒരു സ്ഥലത്ത്, വേറൊരു 4 പേര് വേറൊരു സ്ഥലത്ത്, എല്ലാരും പെട്ട്. എനിക്കൊന്ന് ആദ്യം തന്നെ ആദ്യത്തെ മാച്ച് ആയതുകൊണ്ട് ചിലപ്പോ ഒന്ന് ഡ്രോപ്പ് അവർക്ക് കറക്റ്റ് മനസ്സിലായി കാണില്ല. സോ സെക്കൻഡ് മാച്ചോട്ടായിട്ട് സെറ്റ് ആവുമായിരിക്കും അവര്. ചെറിയ കൺഫ്യൂഷൻ ആണ്. എനിക്ക് ഒന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു കൺഫ്യൂഷൻ മാത്രമേ അവർക്കിടയിൽ ഇപ്പോൾ ഉള്ളൂ. അതെ, ഉറപ്പായിട്ടും BCZും ഇവിടെ പിക്കുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് R3X അവിടെ ഒഴുട്ടൊക്കെ എടുത്ത് ടീമൊക്കെ സെറ്റാക്കി അവർ അടുത്തൊരു ഫൈറ്റിന് റെഡി ആയിട്ട് ഗണ്ണൊക്കെ എടുത്ത് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം R3X നേരെ എങ്ങോട്ടാ പോകുന്നതെന്ന്. പക്ഷെ അവിടുന്ന് അവർ ലെഫ്റ്റ് പിടിക്കുകയാണ്. സോണിലേക്ക് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. സോൺ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് കറന്റ്ലി ഉള്ള സോൺ. സെന്റർ ഓഫ് ദ സോൺ സൈഡിൽ ആരുമില്ല. ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ BCZ ഇവിടെയുണ്ട്. ആൻഡ് അതുപോലെ VH ഇവിടെയുണ്ട്. TVA ഇവിടെയാണ്. TVA ഇവിടെയാണ് ഉള്ളത് കറന്റ്ലി. ഓൾമോസ്റ്റ് ഓൺ സെന്റർ തന്നെ ഉണ്ട്. അതെ, പറയൂ MRC ഗോകു, എന്താണ് ഏതൊരു ടീം ഡോമിനേറ്റ് ചെയ്യുമെന്നായിരിക്കും MRC ഗോകുവിന്റെ ഒരു അഭിപ്രായം ഇന്ന്? എനിക്ക് ടിവിയുടെ ആ ഒരു ലൈനപ്പിൽ കുറച്ച് നമുക്ക് ബാബുവിലേക്ക് പോവാം. ബാബുവിന് അഭിപ്രായം പറ. ബാബു ഏതൊരു ടീമായിരിക്കും? പറയുവാണെങ്കിൽ ഇതിൽ ടിവിയിൽ ഒരു പ്ലെയർ ഡൗൺ ആയാൽ നമുക്ക് 100% ഈ ടീം ജയിക്കുമെന്ന് തന്നെ പറയാൻ അവിടെ VH തുരുമ്പ് 2 നോക്ക് എടുത്തിരിക്കുന്നു. VHലെ തുരുമ്പ് അവിടെ ANKലെ 2 പ്ലേയേഴ്സിനെ അവിടെ നോക്കാക്കി ഫിനിഷ് ചെയ്യുന്നു വന്നു. VH ഒരു ഡോമിനേഷൻ തന്നെയാണോ വന്നിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, തുരുമ്പിക്കാൻ വെച്ചിരിക്കുന്നതല്ല ഗണ്ണ്, തുരുമ്പിന്റെ അത്യുഗ്രക പ്രകടനം. തുരുമ്പ് വിത്ത് 2 പിക്സ്. അവിടെ വിംപി, അവിടെ ബ്ലാക്ക് സ്ക്വാഡ് വേഴ്സസ് R3X നടക്കുന്നു. KVA വേഴ്സസ് R3X. തേർഡ് പാർട്ടിയിലേക്ക് കടക്കുമോ?
ഈഗിൾ ഗെയിമിംഗ് പറയൂ MRC നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് മാച്ചസ് ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ VH അതിൽ നല്ല പോലെ പെർഫോം ചെയ്യുന്നതാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു പെർഫോമൻസ് അവർക്ക് ഇതിലൊരു കാണിച്ച നല്ല പോലെ ഒരു പോയിന്റ് എടുക്കാനുള്ള ഒരു ഇത് ഞാൻ കാണുന്നുണ്ട്. ഉറപ്പായിട്ടും MRC ഗോകു ദേ ഇവിടെ ബ്ലാക്ക് സ്ക്വാഡ് പുഷ് ചെയ്ത് വരുന്നു. കണ്ടു പോച്ചിക്കാത്തിരുന്നാലും ഒരു രക്ഷയില്ല. മരമായി വരെ മാറി അവൻ, മരമായി കല്ലായി മണ്ണായി, എന്നാലും അടിയെ കിട്ടും. അവസാനം മണ്ണിലേക്ക് തന്നെ പാർത്ഥിപൻ മണ്ണിലേക്ക് പോയിരിക്കുന്നു. ഇതുവരെ വേണ്ടി ബാക്കിയുള്ളവർ എത്തുമോ നമുക്ക് നോക്കാം. KVA versus VH. That ultimate fight is going to trigger. Open fight. ഓപ്പണിലേക്ക് മുസ്തഫർ എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. KVA ആണോ? KVA versus VH. ഷെയ്ഖ് അവിടെ നോക്ക് എടുക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് KVAക്ക് വേണ്ടി ആദ്യത്തെ നോക്ക് എടുത്ത് കൊടുക്കുന്നു. VH കുറച്ച് ഓപ്പണിലാണ്. നല്ല ടാർഗറ്റ്. ഷെയ്ഖ് മുഹമ്മദ് അടുത്തൊരു നോക്ക് ഇട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. 2 നോക്ക് KVAക്ക് 2 നോക്ക് കിട്ടിയിരിക്കുന്നു. ഓപ്പണിൽ നിന്നാണ് ഉറപ്പായിട്ടും VH ഫൈറ്റ് എടുക്കുന്നത്. അതിൽ അവർക്ക് ഒരു വലിയ ഡിസ്അഡ്വാൻറ്റേജ് തന്നെയുണ്ട്. റഷ്യൻ DL ഷെയ്ഖ് മൂന്നാമത്തെ പിക്ക് ഷെയ്ഖ് അവിടെ എടുക്കുന്നു. ഷെയ്ഖ് നോക്കാക്കുന്നു. 4ാമത്തെ പിക്ക് ഷെയ്ഖിന്. 4 പിക്ക് ഷെയ്ഖ് മുഹമ്മദ് എടുക്കുന്നു. BS വിറ്റോ അവിടെ റഷ്യൻ സ്പീഡോ നോക്കാക്കുന്നു. ഇനി VH വിംബി മാത്രം ബാക്കി. VH-ലല്ല വിംബി, ഇതിനകത്താ വിംബി. മാറിപ്പോയി. VH-ലെ ഷിബു സുൽത്താൻ മാത്രം ഒരു പോച്ചയായി മാറുന്നു. ഒരു ചെടിയായി മാറുന്നു. നമ്മുടെ ഷിബു സുൽത്താൻ ഒരു ചെടിയായി മാറുന്നു. പറയുവാണെങ്കിൽ ഞാൻ VH-നെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ അവിടെ ഒരു ഫൈറ്റ് നടന്നു. പക്ഷെ നോക്കുവാണെങ്കിൽ കുറച്ച് ടീംസ് തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലാതായി പോയി. ആ ഒരു VH-ലെ ഹോട്ട് പിസ് എവിടെ ഉണ്ട്? 1 HP. VH-ൽ ഇനിയും പ്ലേയേഴ്സ് ഉണ്ട്. റാംബോ ഒരു ചെടിയായിരിക്കുവാണ്. തുരുമ്പൊക്കെ ബാക്കിയുണ്ട് കേട്ടോ VH ഹോട്ട് പിസ. റാംബോ VH-ന് വേണ്ടി 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഹോട്ട് പിസയ്ക്ക് നല്ല ചൂടോടെ അടി കിട്ടി. ചൂടോടെ VH-ന് നല്ല ടാഗ് കിട്ടുന്നു. VH-ലെ ഹോട്ട് പിസ അവിടെ വിംബി അടുത്തൊരു നോക്ക് എടുക്കുന്നു. VH-ലെ 2 പ്ലേയേഴ്സ് മാത്രം. റാംബോ അടിച്ച് നോക്കാക്കി ഫിനിഷ് ആക്കുന്നു. റാംബോയെ ഫിനിഷായി. അവസാന പ്ലെയർ മാത്രം തുരുമ്പ് മാത്രം ബാക്കി. തുരുമ്പെടുക്കാതെ കണ്ണുമായി കമോൺ നിനക്ക് പറ്റും. തുരുമ്പ് മാത്രം ബാക്കി. തുരുമ്പിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. VH-ൽ ഇനി ഒരു ഒറ്റ പ്ലെയർ ജില്ല വിട്ടിരിക്കുകയാണ്. പൊസിഷൻ പോയിന്റിന് വേണ്ടി തുരുമ്പ് ബാക്ക് ഓഫ് ആവുന്നു. പക്ഷേ KVA ഹണ്ട് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണെന്ന് തോന്നുന്നു. KVA അവിടെ ഹണ്ട് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. നമുക്ക് നോക്കാം. VH-ൽ ഒരു പ്ലെയറുണ്ട്. മരമായി നിന്ന് ഷിബു സുൽത്താൻ ഇടത്തോട്ടും ഇപ്പുറത്ത് തുരുമ്പ് വലത്തോട്ടും ഓടിയിരിക്കുന്നു. അല്ല, തുരുമ്പ് ഇടത്തോട്ടും ഷിബു സുൽത്താൻ വലത്തോട്ടും. രണ്ടുപേരും പുറകെ ഓടിപ്പിടിക്കാൻ ഇനി ഒരിക്കലും കഴിയില്ല തുരുമ്പിനെ. ഗോകു എന്താണ് ഗോകു ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഗോകു? ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ മാറിയിരിക്കുന്നു. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആണ് ടെസ്റ്റ് മാച്ച് കാണിച്ചെങ്കിലും, പക്ഷേ ഈ പല സൈഡിലോട്ട് ഇറങ്ങി VH പല സ്പ്ലിറ്റ് ആയി പോയി. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഇത്രയും പണി പാളാനുള്ള ചാൻസ്. എന്തായാലും KVAയുടെ ഈ ഒരു ടീം നല്ലൊരു അഗ്രസീവ്നെസ്, നല്ല ഒരുമിച്ച് നിന്നുള്ളൊരു ആ ഒരു കോർഡിനേഷൻ, ഗുഡ് പ്ലേ ഫ്രോം KVA. തികച്ചും ഒരു ഫ്ലോലെസ് തന്നെയായിരുന്നു KVAയുടെ സൈഡിൽ. KVAയുടെ ഇന്നലെ ഒരു ലൈനപ്പ് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിന് തിരിച്ചടിയായിട്ട് ഇന്ന് KVA അടിക്കുമെന്ന് പറഞ്ഞു. KVAയുടെ ഒരു ലൈനപ്പ് ഇന്ന് തിരിച്ചു വരുന്നു. ആൻഡ് പോയിന്റ് ടേബിൾ നോക്കിയാൽ KVA വിത്ത് 10 കിൽ, തൊട്ട് താഴെ VH വിത്ത് 8 കിൽ, 4TG വിത്ത് 1 കിൽ ആൻഡ് R3X വിത്ത് 1 കില്ലാണ്. ഇവിടെ TVയുടെ അടുത്ത് എന്തിനാണ് പെട്ടെന്ന് TVയുടെ അടുത്ത് TVA versus R3X കമന്ററി ബോക്സിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു MRC ഗോകുവിനെ. TVA versus R3X ആണ് കാണാൻ പോകുന്നത്. നമ്മുടെ ചന്ദ്രന്റെ CSK എല്ലാരും കാത്തിരുന്ന ഒരു ഫൈറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കുകയാണെങ്കിൽ അവരൊരു ഒരു പൊസിഷൻ എടുത്തിട്ട് അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും R3X ആ ഒരു മൗണ്ടനിലെ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കാനാണ് പോകുന്നത്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒറ്റയ്ക്ക് മോബി അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഓസ്കി മോബി ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത്. നോക്കുകയാണെങ്കിൽ 2 സൈഡിലായിട്ട് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഹൈറ്റ് അഡ്വാൻറ്റേജ് R3X എടുത്ത് അവിടെ ഹോൾഡ് ചെയ്യാണ്. നമുക്ക് കണ്ടറിയാം
CSK നമ്മുടെ ചന്ദ്രന്റെ പ്ലാൻസ് എന്താന്ന് നമുക്ക് അതെ, അറിയാം. ഇപ്പോ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യം, ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? കാണിക്കൂ, ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? ഈ കൂട്ടത്തിലെ കൊമ്പൻ കൊമ്പൻ പറയുമ്പോ ചന്ദ്രൻ ഊമ്പരല്ല കാണിക്കാനുള്ളത്. ടൂർണമെന്റിൽ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ദയവേത് ടൂർണമെന്റിൽ പറയാൻ പാടില്ല. ഓക്കെ, നമുക്ക് TVA x CSK എന്തു ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. TVA x CSK, അവിടെ ഒരു സുനാമിയോ, അത് എന്തൊരു വെള്ളം വരുന്നത്. R3X ഇവിടെ ബാക്കപ്പ് ചെയ്യുവാണോ? ഈഗിൾ ഗെയിമിംഗ്, യെസ് പറയൂ. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതില് TVA CSK ക്വാളിഫൈ ചെയ്ത 3 TVയുടെ ലൈനപ്പ് ആയിരിക്കും നമ്മുടെ സെമിഫൈനൽ വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ TVയുടെ മെയിൻ ലൈനപ്പും TVA CSKയുടെ ലൈനപ്പും മിക്കവാറും സെമിഫൈനലിൽ ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതെന്താ വള്ളി ടീംസുമായിട്ട് ഫൈറ്റ് വരാനുള്ള ചാൻസ് ഇല്ലേ? ആ ഗ്രൂപ്പിലല്ലല്ലോ സെമിഫൈനലിൽ വരുന്നത്. അതെങ്ങനെ സെമിഫൈനൽ കളിക്കുന്ന ടീമുകളെ നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അത് ആദ്യത്തെ ഇതല്ലേ. അതിനി ഗ്രൂപ്പ് ഒന്നും നമ്മളിപ്പോ ക്വാളിഫൈഡ് ടീംസിനെ വെച്ച് വീണ്ടും ജയിൽ സ്പിൻ ചെയ്തിട്ടേ അടുത്തത് സെലക്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണല്ലേ? ഇന്ത്യയിലാണോ ചെയ്യുന്നത്? A-B അല്ല, AB അങ്ങനല്ല. അങ്ങനെയാണോ? A-B നമ്മള് മറ്റേ ആദ്യം കൊടുത്തിരുന്നത്. തീരുമാനത്തിൽ ഉടനെ എത്തേണ്ടി വരും. ഓക്കെ, സെൽഫ് നോക്ക് ആവുന്നു സോണിൽ. ബാലൻകെ നായറിനെ TVA CSKക്ക് നഷ്ടമാവുന്നു. ബാലൻകെ നായർക്ക് എന്ത് പറ്റി? ഇല്ല, ബാലൻകെ നായറിനെ മദാര ഞെക്കി കൊടുക്കുന്നു ആൻഡ് തിരിച്ചു വന്നിരിക്കുന്നു ബാലൻകെ നായർ. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ മേളിൽ നിന്ന് തറ വീണതാണെന്നാണ് തോന്നുന്നത്. അത് ബാലൻകെ നായർക്ക് ഒരു സ്ഥിരം ശീലമാണ്. അത് പുള്ളിക്ക് ഒരു ശാപം, അപ്പാപ്പൻ ശാപം എന്നൊരു ശാപമുണ്ട്. വീൽസ്പിനെ കഴിച്ച് നമ്മൾ നോക്കട്ടെ. ഇന്ന് വൈകുന്നേരം നമ്മൾ എല്ലാവരും അഡ്മിൻസ് ഒക്കെ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം വീൽ സ്പിൻ ആയിരിക്കുമോ ഇതായിരിക്കുമോ എന്നുള്ളൊരു കാര്യം. സോ നമുക്ക് എന്തായാലും നോക്കാം. ഇന്നത്തോടെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആരെ എല്ലാവരും ക്വാളിഫൈ. ഐഡിയ അല്ല, ഇന്നത്തോടെ നമുക്ക് മനസ്സിലാവും ആരൊക്കെ നാളത്തെ സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. സെമി ഫൈനൽസ്, ഇന്നലത്തെ മാച്ചിന്റെ ഒരു ഹീറ്റ് എന്തായാലും സെമി ഫൈനൽസിൽ ഉണ്ടാവും. അതിന് മുകളിലായിരിക്കും ഞാൻ പറയുള്ളൂ. എല്ലാം കട്ടയ്ക്ക് നിൽക്കുന്ന ടീമുകളായിരിക്കും സെമി ഫൈനൽ കളിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വേറെ ഫൈറ്റ് നടക്കുന്നില്ല. BCZ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഒക്കെ ചെയ്യാം. 10 ടീമും എലൈവാണ് എന്നുള്ളത്. ബിബിൻ സക്രിയക്ക് അടി കിട്ടുന്ന കാര്യം ബിബിൻ സക്രിയ അറിയുന്നില്ല. പുണ്യാളനും അതെ, പുണ്യാളൻ എനിക്ക് വെറൊരു കൊതു കടിക്കുന്ന വേദന മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ബിബിൻ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പൊ പുണ്യാളന്റെയും സക്രിയയുടെയും കോൺവെർസേഷൻ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഞാൻ മര്യാദക്ക് ഈ കാട്ടിലിരുന്ന് എനിക്കൂടെ അടി മേടിച്ചു തന്നു എന്ന് പറഞ്ഞായിരിക്കും അവനോട് ഇരിക്കുന്നത്. ഉറപ്പാണ്. കാരണം ഒളിച്ചിരുന്നവന് നല്ല പെരുന്നാൾ അടി മേടിച്ചു കൊടുത്തു. സെമിയിൽ എത്ര ടീമാണ്? സെമിയിലേക്ക് എത്ര ടീമാണ് ക്വാളിഫൈ ആവുന്നത്? 32 ടീം. അപ്പൊ ഒരു ദിവസം 16 ടീം വെച്ചായിരിക്കും കളി അല്ലേ? 8 രണ്ട് ഗ്രൂപ്പായിട്ട് 8. CSKയുടെ അടുത്ത് വേറെ ഫൈറ്റുകളൊന്നും നടന്നില്ല ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം. നമുക്ക് നോക്കാം. ശരിയാണ്, ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. അങ്ങനെ പോയാലും ഗ്രൂപ്പ് സ്റ്റേജ് നോക്കിയാലും മെയിൻ ലൈനപ്പും CSK ആയിട്ട് ഒരു ഫൈറ്റ് വരാൻ ചാൻസ് ഇല്ല. വരത്തില്ല. F മാത്രം. That was my mistake, Paku. Please. It's okay, Caster. It's okay, Marzi Gugu. It's okay, Marzi Gugu. നമുക്ക് മനുഷ്യന്മാർക്ക് മിസ്റ്റേക്കുകൾ എപ്പോഴാണെങ്കിലും സംഭവിക്കാം. അത് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു മനുഷ്യൻ ചെയ്യേണ്ട നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓക്കെ, നമ്മൾക്ക് ആ തെറ്റ് മനസ്സിലായി. നമുക്ക് ഇവിടെ നോക്കി നോക്കാം ഏതെങ്കിലും ഫൈറ്റ് കമ്മിറ്റ് ആവുന്നുണ്ടോ എന്ന്. ലെറ്റ്സ് ഗോ. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ജിയുടെ മാച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുവാണെങ്കിൽ ഇപ്പൊ തന്നെ കുറെ ഫൈറ്റ് നമ്മൾ കണ്ടു. KVA വൈപ്പ് ചെയ്യുന്നത് കണ്ടു. വേറെ ഫൈറ്റുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ നമുക്ക് നല്ലൊരു ഫൈറ്റ് ഇനി കാണാൻ. മാപ്പ് വ്യൂ നമ്മുടെ കാസ്റ്റർ ബാബുവിന്റെ റിക്വസ്റ്റ് പ്രകാരം മാപ്പ് വ്യൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നു. മാപ്പ് നോക്കുകയാണെങ്കിൽ TVA ആണ് TVA ഒരു സെന്റർ ഓഫ് ദി സൈഡിൽ TVA ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു വേറെ പ്ലേയേഴ്സ് ഒന്നും തന്നെ, വേറെ ടീമുകളൊന്നും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. ഇത് ആരാണ്? ഷിബു സുൽത്താൻ ഒറ്റയ്ക്ക് വഴിവെട്ടി സെന്റർ ഓഫ് ദി സോണിലേക്ക് ഷിബു സുൽത്താൻ എത്തിയിരിക്കുന്നു. ഒറ്റയ്ക്കാണെങ്കിലും ടീമിന് വേണ്ടിയിട്ട് പോയിന്റ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഷിബു സുൽത്താൻ. മാപ്പ് ഒന്ന് കാണിച്ചാൽ കാണാം. മാപ്പ് ഞാൻ മാറ്റി. ഞാൻ അല്ലെങ്കിൽ എന്റേത് റെസ്പെക്ട് ചെയ്യേണ്ടത് വരും. സോ ഷിബു സുൽത്താൻ മരമായി, മണ്ണായി, ഫ്ലൈറ്റിന്റെ ചിറകായും പല റോളിൽ ആക്ട് ചെയ്യുന്നു ഷിബു സുൽത്താൻ ഒരു നമുക്ക് ടീമിന് വേണ്ടിയിട്ട് പോയിന്റ് സെക്യൂർ ചെയ്യാനുള്ള അവസാനത്തെ ശ്രമം. നോക്കുവാണെങ്കിൽ
ഈ ഒരു സോണിലും 10 ടീം ബാക്കി 74 പ്ലേയേഴ്സ് ആണ് ബാക്കിയുള്ളത്. എല്ലാരും പൊസിഷൻ പിടിക്കാൻ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. നമുക്ക് കണ്ടറിയാം ഇപ്പൊ ഒരു ഫൈറ്റ് പൊട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ACT versus ACT versus 4TG. ഇവിടെ ഒരു ഫൈറ്റ് കമ്മിറ്റ് ആയിരിക്കുന്നു. ഫൈറ്റ് കമ്മിറ്റ് ആയിട്ടുണ്ട്. 4TG versus 4TG. 4TG versus ACT. നമുക്ക് നോക്കി നോക്കാം. TGA ഒരു ലൈനപ്പ്. TGA versus ATG. അല്ല, TGA versus ACT. TGA versus ACT ആണ് ഇവിടെ നടക്കുന്നത്. അവരും ആ ഫൈറ്റ് കമ്മിറ്റി എല്ലാരും 2 വെടി വെച്ചിട്ട് ബാക്ക് ഓഫ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. TGA ഇവിടെ വന്നപ്പോൾ ACT ബാക്കിലോട്ട് പോയി. ACT മല കേറുവാണ്. ഓ ACTക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. 4TG versus ACT. ഓ ജാക്കിക്ക് നല്ല പൊളപ്പനടി. ബിപിൻ സക്സേന രാബു അവിടെ TGക്ക് വേണ്ടി ആദ്യത്തെ നോക്കിടുന്നു. രാബു അവിടെ ആദ്യത്തെ നോക്കിട്ടിരിക്കുന്നു TGക്ക് വേണ്ടിട്ട്. TGA രാവു ആണ് കുഴിച്ചിട്ടത്. ബിപിൻ സക്രിയാണ് കുഴിച്ചിട്ടത്. ബിപിൻ സക്രിയെ സ്മോക്ക്ഡ് ബാംസ് അവിടെ ACT. അതെ, ചതിയൻ ചന്തുവിനെ നോക്കാക്കിയിരിക്കുന്നു. അടുത്തൊരു UK-യിലുള്ള ഒരു പയ്യൻ കേരളത്തിലുള്ള പയ്യനെ അടിച്ചിട്ട് ഷോ കാണിക്കുന്നു. അങ്ങനെ UK കേരളം എന്നൊന്നും നമ്മുടെ ടൂർണമെന്റിൽ ഒരു വേർതിരിവില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും പ്ലേയേഴ്സ് ആണ്. ഇങ്ങനത്തെ വേർതിരിവുകൾ ദയവേത് കമന്ററി ബോക്സിലേക്ക് കൊണ്ടുവരരുത്. വെളുപ്പിക്കരുത് ദയവേത് പ്ലീസ്. അതാണ് നമുക്കൊരു റിക്വസ്റ്റ്. ACTക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. 4TG എന്നിട്ടും ഞങ്ങൾ മലയിൽ കയറി വന്നടിക്കുമെന്ന് പറയുന്നു. മലയിലേക്ക് കയറി വന്നടിക്കാനുള്ള പ്ലാൻ. വിളിക്കണ്ടായിരുന്നു തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഉറപ്പായിട്ടും കമന്ററി ബോക്സിലേക്ക് നമ്മുടെ കമന്ററി ബോക്സിലേക്ക് നമ്മൾ 2 പേരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒരാൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. ACT versus TGA സ്റ്റിൽ ഫൈറ്റ്. ഓക്കെ, TGA ഇപ്പോൾ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്തിരിക്കുന്നു. ACTക്ക് വീണ്ടും പണി കിട്ടിയിരിക്കുന്നു. നമ്മൾ നോക്കാം ACT പുണ്യാളനെ നോക്കാക്കുന്നു. സ്മോക്ക്ഡ് ബാംസ് അവിടെ ജാക്കി ഡെലൂക്കെ നോക്കാക്കുന്നു. ആൻഡ് എല്ലാം ഇനി ആക്ടിന് വളരെ ചുരുക്കം പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. മുരളിഡോഡിനെ അടിച്ചില്ല. PSK PHലെ ഷിബു സുൽത്താനെ എടുക്കുന്നു. അങ്ങനെ TGA ആ ഒരു ടീമിനെ വൈപ്പ് ചെയ്തിട്ടില്ലേ? അല്ല വൈപ്പ് ചെയ്തിട്ടില്ല. അത് പ്ലേയേഴ്സ് ബാക്കി. അവിടെ VHലെ ചിറകായി നിന്ന ഷിബു സുൽത്താനെ മോബി ഫിനിഷ് ഓഫ് ആക്കി വിടുന്നു. ഒരു ടീമാണ് വൈപ്പായി പോയിട്ടുള്ളത് ഈ ഒരു മാച്ച്. ACT വൈപ്പായിട്ടില്ല. ഒരാളുണ്ട്, തുരുമ്പുണ്ട്. സോ VHന് ഇല്ലടാ, അവനെയാണ് മോബി വന്നത്. ഇവൻ ഏത് ലോകത്ത് ഈ കാസ്റ്ററിനെ പറഞ്ഞു വിടണം പ്ലീസ്. ചെറുതായിട്ട് മാറിപ്പോയി. നമുക്ക് നോക്കാം. CSK മോബി ഇവിടെ എത്തിയിരിക്കുന്നു. മോബി അവിടെ ഗേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. TVയുടെ തൊട്ട് മുമ്പിൽ S7 ഉണ്ട്. S7 Z30 ഈ ലോബിയിലല്ലേ? അടുത്ത ലോബിയിലല്ല, അടുത്ത കളി. സോ തുരുമ്പ് മാത്രമാണ് VHന് വേണ്ടി സർവ് ചെയ്യുന്നത്. കറന്റ് പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ KVA with 10 kills, VH with 8, 4TG with 6, R3X with 2, TVX CSK with 1 ആണ് കറന്റ് ഉള്ള പോയിന്റ്. എന്ന് വെച്ചാൽ ഒരു ഡോമിനേഷൻ ഒരാളുടെ സൈഡിൽ നിന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു ടീം വൈപ്പ് മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഒരു ഡോമിനേറ്റിംഗ് ഫൈറ്റ്, പോയിന്റ് സെക്യൂർ ചെയ്യാന്നുള്ളത്. ഇവിടെ എൻട്രി. TJ versus BCS ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BCS കഴുകൻ ദാസ് ഒരു വിക്കറ്റ് നേടുന്നു. എല്ലാവരും നല്ലപോലെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 4TG 1 down. 4TG കഴുകൻ ദാസിനെ തിരിച്ച് പിക്ക് ചെയ്തിരിക്കുകയാണ്. റബാഡൊരു പിക്ക്, ജ്യൂസ് ലാക്ക് ഒരു പിക്ക് നോക്കുകയാണെങ്കിൽ 4TG നല്ലൊരു പിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. BCS നല്ലൊരു പണി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ നല്ല പോലെ ട്രൈ ചെയ്യുന്നുണ്ട് BCS ഒരു പിക്ക് എടുക്കാൻ വേണ്ടി. പക്ഷേ ലൂക്കാസ് അടുത്തൊരു പിക്ക് എടുക്കുന്നു. ഇവിടെ BCS നല്ല പണിയാണ് കിട്ടിക്കൊണ്ട് കഴുകൻദാസിന്റെ ഒരു പിക്ക്, ലൂക്കാസിന്റെ അടുത്തൊരു പിക്ക്. ലൂക്കാസിന്റെ കില്ലെല്ലാം നമ്മുടെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ താരിഖിന്റെ ഒറ്റക്കിട്ട് താരിഖിന്റെ പണി കൊടുത്തിരിക്കുന്നത് നമ്മുടെ
ടിജിയിലെ പിള്ളേര് നല്ല പോലെ ഓ, ആ ഒരു kill secure ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഞാൻ തോന്നുന്നു BC സെഡിന്. പക്ഷെ BC സെഡിനെ പുഷ് ചെയ്ത് വന്നു. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി BC സെഡിന്. 4TG വേഴ്സസ് BC സെഡ്. TGയെ അടുത്തൊരു നോക്കും കൂടി ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ടു. പക്ഷെ BC സെഡിന്റെ ഒരു പ്ലെയർ എവിടെയാണ്? BC സെഡിന്റെ ലാസ്റ്റ് പ്ലെയർ വീണ്ടും മരമായി. മരം പോച്ചയാണ് ഇത് മരമാണ്. ഞങ്ങള് ആ തുടക്കത്തെ ഫസ്റ്റ് ഡേ തൊട്ടേ ഇത് മരമാണ്. അതെ അതെ മരമായി. എനിക്ക് കുറച്ച് പൗണ്ട്സ് അയച്ചിരുന്നു സ്മോക്ക് ബോക്സ്, അപ്പം അതിനുള്ളത് ഞാൻ പറയണം. ഓ ടിവി അങ്ങോട്ട് പുഷ് ചെയ്തു 4TG പുഷ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. CSKയുടെ വക സോണിന് വെളിയിലാണ്, എന്നാലും സോണിന് വെളിയിലോട്ട് വന്ന് TG പുഷ് ചെയ്യാനുള്ള ഒരു പ്ലാൻ. ഓ ടൈമിംഗ് ഹൈറ്റ് അഡ്വാൻറ്റേജ് അടുത്ത് ടിവിയുടെ ഒരു എൻട്രി ആണെന്ന് തോന്നുന്നു. പക്ഷെ അവർക്ക് സോണിൽ പോകണം. 2 മിനിറ്റ് 31 സെക്കൻഡ് കൊണ്ട് ഈ ഒരു ഫൈറ്റ് അവർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു ഫൈറ്റ് അവർക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഓപ്പൺ ഫൈറ്റ്. ഓ അവിടെ കാഷ്വാലിറ്റീസ് ഒന്നും വീണിട്ടില്ല എല്ലാവർക്കും. പക്ഷെ നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട്. അവര് പുഷ് ചെയ്ത് വരുവാണെന്ന് തോന്നുന്നു. ഇല്ല, പുഷ് ചെയ്തിട്ടില്ല. അവിടെ R3X S7 നടക്കുന്നുണ്ട്. ടിവിയെ പുഷ് ചെയ്യുന്നു. ടിവിയെ versus TGA. ആൻഡ് ഇവിടെ വേറൊരു ഫൈറ്റും S7 versus R3X ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. S7 versus R3X. R3Xൽ ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. അല്ല, R3Xൽ 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ ടിവിയുടെ ഫൈറ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് നോക്കാം TGA versus TV എന്താവുമെന്ന്. അതുപോലെ തന്നെ S7 versus R3Xലെ അവസാനത്തെ പ്ലെയർ പിക്കെടുത്തിരിക്കുന്നു. 4TGക്കെതിരെ CSK സെക്കൻഡ് ഒരു പിക്കെടുത്തിരിക്കുന്നു. മോബി അവിടെ നോക്കായി. ബാലൻ കെ നായർ ഒരു പിക്കെടുത്തിരിക്കുന്നു. മെസ്ബോയ് ഒരു പിക്കെടുത്തിരിക്കുന്നു. ബാലൻ അടുത്തൊരു പിക്കെടുത്തിരിക്കുന്നു. സെക്കൻഡ് അടുത്തൊരു പിക്കെടുത്തിരിക്കുന്നു. സെക്കൻഡ് TVക്ക് വേണ്ടിയിട്ട് അടുത്തൊരു പിക്കെടുത്തിരിക്കുന്നു. മെസ്ബോയ് അടുത്തൊരു പിക്കെടുത്തിരിക്കുന്നു. CSK വളരെ കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. അവിടെ ലൂക്കാസ് അവിടെ ഓക്കി എടുക്കുന്നു. ഏബൽ അടുത്തൊരു പിക്കെടുക്കുന്നു. ഏബൽ അടുത്തൊരു പിക്കെടുക്കുന്നു. ബാലൻ കെ നായർ ഒരു കില്ല് ഫിനിഷ് ഓഫ് ആക്കി വിടുന്നു. സ്മോക്കഡ് ബാക്സ് മാത്രം ബാക്കി. ഇവിടെ BC വന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. മോബി ഇവിടെ ഒരു 1v1 എടുക്കാൻ വരുന്നുണ്ട്. മോബി versus റിൻസു. മോബിക്ക് ആ കില്ല് എടുക്കാൻ പറ്റുമല്ലോ നോക്കാം. അവിടെ അവസാനത്തെ പ്ലെയറിനെ ഫിനിഷ് ഓഫ് ആക്കി വിടുന്നു. സോൺ ദൂരത്തോട്ട് പോകുന്നു. TVയെ അങ്ങനെ 4TGയും അവിടെ BC വൈപ്പ് ആക്കി വിടുന്നു. കിടിലം ഗെയിം പ്ലേ ഫ്രം TVX CSK. ആൻഡ് ഒരു പ്രോപ്പർ തേർഡ് പാർട്ടി. ബട്ട് ടൈമിംഗ് ഡിലേ ആയെങ്കിലും അവരെ തിരിച്ചു പിടിച്ച് അതേ ടീമിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഗെയിം പ്ലേ. അതുപോലെ R3Xലെ അവസാനത്തെ പ്ലെയർ പോയിന്റിന് വേണ്ടി ഓടുന്നു. പറയൂ MRC ഗോകു. അതെ, നോക്കുവാണെങ്കിൽ TGയുടെ ഒരു നല്ലൊരു അവിടെ ഒരു ഫൈറ്റ് നമ്മൾ അവിടെ കണ്ടു. അവിടെ ആ ഒരു ടീമിനെ ഫുള്ളി വൈപ്പ് ആക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ TVയെ ആ ഒരു സോൺ ഔട്ടിലോട്ട് തന്നെ വന്ന് ആ ഒരു പിക്ക് എടുത്ത് നല്ല പോലെ തന്നെ വൈപ്പ് ചെയ്ത് നല്ല പോലെ ആ കോർഡിനേഷനിലൂടെ കളിച്ച് ആ ഒരു ടീമിനെ TGയെ തന്നെ വൈപ്പ് ആക്കിക്കൊണ്ട് നമ്മുടെ TVയെ നമ്മുടെ ടേബിളിലോട്ട് കയറിയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ അടുത്ത ഫൈറ്റ്സ് നമുക്ക് നോക്കാം. എന്തായാലും 7 ടീം ബാക്കി, 40 പേരാണ് ലൈവ്. സോ അടുത്ത ഇനി എന്താണ് നമുക്ക് കണ്ടറിയാം. സോണിന്റെ അകത്ത് നോക്കുവാണെങ്കിൽ സോണിന്റെ സൈഡിൽ S7 നല്ലൊരു പൊസിഷൻ സോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ ഇവിടെ ബ്ലാക്ക് സ്ക്വാഡ് വേഴ്സസ് KVA വേഴ്സസ് RC നടക്കുന്നു. KVA വേഴ്സസ് RC. RCയുടെ ആദ്യത്തെ പ്ലെയർ നോക്കാം. ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുക്കുന്നു. KVയുടെ വിറ്റോ അടുത്തൊരു നോക്ക് എടുക്കുന്നു. ഷെയ്ഖിന്ന് വിഷയം കളിയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യൂബൻ അവിടെ KVക്ക് വേണ്ടി ക്യൂബൻ ഒരു പിക്ക് എടുക്കുന്നു. ക്യൂബൻ 2 നോക്ക് എടുക്കുന്നു. അടുത്ത MJ ഒരു നോക്ക് എടുക്കുന്നു. ഷെയ്ഖ് അടുത്തൊരു നോക്ക് എടുക്കുന്നു. വിംബി ഒരു നോക്ക് എടുക്കുന്നു. ആൻഡ് വളരെ ചുരുക്കം പ്ലേയേഴ്സ് മാത്രം ബാക്കി RCക്ക് 1-2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. നോക്കുവാണെങ്കിൽ ഷേക്ക് ഇന്ന് എല്ലാരെയും എടുത്തിട്ട് ഷേക്ക് ചെയ്യുവാണ്. നോക്കുവാണെങ്കിൽ ഇന്നൊരു ലോബിയില് KVA ഷെയ്ഖ് മുഹമ്മദ് ഒരു ഗോഡ് ലെവൽ ഗെയിം പ്ലേ ആണ് ഇന്ന് തുടക്കം തൊട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് RCയിലെ പ്ലേയേഴ്സ് ഇവിടെ പുള്ളി ആരോ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണെന്ന് തോന്നുന്നു. കത്തിപ്പോയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നേരത്തെ TVയെ ഹോൾഡ് ചെയ്തിരുന്ന പൊസിഷനാണ് ഓൾമോസ്റ്റ് സോൺ സെന്റർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി
ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഇവിടെ ഒരു ഫൈറ്റ് കമ്മിറ്റ് ആയി. ബാലൻകെ നായർ തീയറിയുന്നു. ബാലൻകെ നായർ പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അവിടെ. ബാലൻകെ നായർ ഓ മോബി അവിടെ 2 പിക്ക്. മോബി 2 പിക്ക്. മോബി അടുത്ത പിക്ക്. ബാലൻ അടുത്തൊരു പിക്ക്. മൂന്നാമത്തെ പിക്ക്. മോബി അവിടെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. S7-ലെ 4 പ്ലേയേഴ്സ് മാത്രം ബാക്കി. S7-ലെ 4 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഫിനിഷ് ഓഫ് ചെയ്തു. ഏബൽ അടുത്തൊരു നോക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ നോക്ക് ഫിനിഷ് ചെയ്യുന്നു. നമുക്ക് നോക്കാൻ പോകും. ഏബൽ അവിടെ പുഷ് ചെയ്ത് വരുന്നു. ആഷ് അവിടെ ഒരു നോക്ക് ഇടുന്നു. ആഷ് ഒരു നോക്ക്. മെസ്ബോയ് ഒരു നോക്ക്. മെസ്ബോയ് ഒരു നോക്ക്. റിവൈവൽ ചെയ്യുന്നു. മെസ്ബോയ് 2 നോക്ക് ഇട്ടിരുന്നു. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. TVA വൈപ്പിംഗ് ഓഫ് S7 securing another 10 kills for the team. TVA നോക്കുകയാണെങ്കിൽ 14 കില്ലോട് കൂടി ടോപ്പിലേക്ക് വന്നിരിക്കുന്നു. ബ്ലാക്ക് സ്ക്വാഡിന്റെ തൊട്ട് താഴെ TVA എത്തിയിരിക്കുന്നു. KVA വിത്ത് 17ഉം TVA വിത്ത് 14ഉം 4TG വിത്ത് 14 കില്ലും VH വിത്ത് 8 കില്ലുമാണ് കറന്റ് ലോബിയിൽ നോക്കുകയാണെങ്കിൽ. ആൻഡ് ഇവിടെ ബാലൻകെ നായറിനെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. BS നോക്കുകയാണെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ 10 പ്ലേയേഴ്സ് ആണെന്ന് തോന്നുന്നു. 3, 6, 7 പിറകിൽ 9 പേര്. ഓക്കെ 9 പേരാണ് KVAക്ക്. ഒരു KVA vs TVAക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഫൈനൽ ലാസ്റ്റ് 5 ടീംസ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ബാക്കി 3 ടീമിലും ഓരോരോ തുരുമ്പ് ബാക്കിയുണ്ട്. ഇവിടെ VH-ന് വേണ്ടിയിട്ട്, അതുപോലെ ANKക്ക് വേണ്ടി ഒരു പ്ലെയർ ബാക്കിയുണ്ട്. ആൻഡ് അതുപോലെ RCക്ക് വേണ്ടി ഒരു പ്ലെയർ ബാക്കിയുണ്ട്. ഈ 3 ടീമിലും ഒരു പ്ലെയറേ ഉള്ളൂ. ഇനി TVA vs KVA ആണ്. TVA vs KVA മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഫൈറ്റ് വരാൻ വേണ്ടിയിട്ട് പറയുവാണെങ്കിൽ R3Xന്റെ ലാസ്റ്റ് ഒരു മെമ്പറിനെ നമ്മുടെ VH തുരുമ്പ് എടുത്തായിരുന്നു. അതിന്റെ ഇടയ്ക്ക് തന്നെ തുരുമ്പും ഓപ്പോസിറ്റ് മരമായിരിക്കുന്നു. അവിടെ ഫൈറ്റ് തുടങ്ങി. TVA vs KVA ആണോ? കറക്റ്റ് സമയത്ത് അവിടെ പശു കരഞ്ഞു. പിറകെ പോയി TVക്ക് എന്തായാലും കില്ല് വേണം. നമ്മുടെ സ്കേവി ആണെങ്കിൽ നല്ലൊരു പൊസിഷൻ എടുത്തിട്ട് ആ ഒരു ഈ ഫൈറ്റിൽ ആര് ജയിക്കുന്നു അവർ ഡോമിനേറ്റ് ചെയ്യും. ഇറ്റ്സ് ഫോർ ഷുവർ. ഈ ഫൈറ്റിൽ ആര് ജയിക്കുന്നു അവർ തന്നെയാണ് ഈ നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഷെയ്ക്ക് നോക്കായില്ല. 1 HP-യിൽ ഷെയ്ക്ക് രക്ഷപ്പെടുന്നു. 1 HP-യിൽ ഷെയ്ക്ക്. പക്ഷേ ഈ ഒരു ഫൈറ്റ് അവർക്ക് നല്ല പണിയാവാനുള്ള ചാൻസ് ഉണ്ട്. മെസ്ബോയ് അടിക്കുന്നു അവിടെ. മെസ്ബോയ് അവിടെ ഏബലായിട്ട് നോക്കിടുന്നു. 2 ഏബലും ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുന്നു. 2 പോയിന്റ് അവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് KVAയുടെ വക സപ്പോർട്ട് വരുന്നു. KVA vs TVA the final circle. നമുക്ക് നോക്കി നോക്കാം. 2 നെടും തൂണുകളെയാണ് എടുത്തിരിക്കുന്നത് TVA ആദ്യം തന്നെ. നമുക്ക് നോക്കാം KVA vs TVA the final battle. KVA vs TVA. KVA നല്ലൊരു ഹയർ ആംഗിൾ എടുത്തിട്ടുണ്ട്. നല്ലൊരു ആംഗിൾ. തുരുമ്പ് ഇപ്പോഴും മരമായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. തുരുമ്പിന് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം നമുക്ക്. ഓസ്കി ഡയറക്റ്റ് ഫൈറ്റിലേക്കാണ് കമ്മിറ്റ് ചെയ്യുന്നത്. TVA vs KVA. ഓക്കേ വളഞ്ഞിരിക്കുകയാണ്. സാത്താൻ അവിടെ സ്പോട്ട് ചെയ്യുന്നു. ബാക്കിൽ സാത്താൻ സ്പോട്ട് ചെയ്യുന്നു. സാത്താൻ അവിടെ പിക്ക് എടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ആലക്സ് ആണ് അവിടെ. ആലക്സ് vs സാത്താൻ ഒരു 1v1. ആലക്സിനെ അവിടെ ഏബൽ നോക്കാക്കുന്നു. ഏബൽ സൈഡിൽ നിന്ന് മോബി ഇവിടെ കറങ്ങി വരുന്നതേ ഉള്ളൂ. ഏറ്റവും ലേറ്റ് ആയിട്ട് വരുവാണ് മോബി. ലേറ്റ് ആയിട്ട് വരുന്നത് മോബിക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. ഉറപ്പാണ് പുറകിൽ നിന്ന് അടിക്കാൻ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. ഏബൽ അവിടെ വിറ്റോയെ നോക്കാക്കുന്നു. ഏബൽ അടുത്തൊരു നോക്ക് കൊടുക്കുന്നു. ഏബൽ ഓൺ ഗോഡ് മോഡ് എന്ന് പറയണം. വിറ്റോ അവിടെ അലക്സ് അവിടെ ഒരു നോക്ക് എടുക്കുന്നു. ഏബൽ അവിടെ നോക്കാവുന്നു. കറങ്ങി കളിച്ചോണ്ടിരിക്കുകയാണ്. സ്പൈഡി അവിടെ ചന്ദ്രനെ നോക്കുന്നു. ചന്ദ്രൻ നോക്കായി. സെക്കൻഡ് തിരിച്ചൊരു നോക്ക് എടുക്കുന്നു. സെക്കൻഡ് ഒരു നോക്ക് എടുക്കുന്നു. 4 പ്ലേയേഴ്സ് മാത്രം ബാക്കി. സ്പൈഡി അവിടെ ചന്ദ്രനെ നോക്കാക്കുന്നു. ആൻഡ് ഇവിടെ കറങ്ങി വന്നിരിക്കുന്നു. മെസ്ബോയ് അവിടെ വിംബിയെ നോക്കാക്കി. വിംബിയെ നോക്കാക്കുന്നു. ക്യൂബൻ അവിടെ നോക്ക് എടുക്കുന്നു. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. KVAക്ക് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. KVA ഒരാളൂടെ ബാക്കി. അലക്സ് അവിടെ നോക്ക് എടുക്കുന്നു. അലക്സ് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. അലക്സ് ഏബൽ തിരിച്ചു വന്നിരിക്കുന്നു. TVA വൈപ്പിംഗ് ഓഫ് KVA എന്ന് പറയണം. വൈപ്ഡ് ഓഫ് KVA. TVA 4 ടീം ബാക്കിയുള്ളല്ലോ. വൈപ്പായല്ലോ. വൈപ്പായി.
കോയയും കൂടെയാണ് ബാക്കി. കോയ കത്തിപ്പോയോ? കോയ കത്തിപ്പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ KVA വൈപ്പ് ഓഫിക്കുക അവിടെ. കോയിനെ വലിച്ചേ മരങ്ങൾ തമ്മിലുള്ള ഫൈറ്റ്. നമുക്ക് നോക്കാം. 2 ടീമും കൂടെ ബാക്കി. തുരുമ്പിനെ അടിക്കുന്നു. തുരുമ്പിനെ അടിച്ച് ഫിനിഷ് ചെയ്യുന്നു. 30 കില്ലോട് കൂടി TVAX CSK 30 കില്ലോട് കൂടി അടിക്കുന്നു. ലെറ്റ്സ് ഫക്കിംഗ് ഗോ. എടുത്തു പറയേണ്ട ഒരു കാര്യം VH-ലെ പ്ലെയർ, നമ്മൾ തമാശയൊക്കെ പറയുമെങ്കിലും VH-ലെ തുരുമ്പ് സെൻസിബിൾ ആയിട്ട് ട്രിഗർ ഡിസിപ്ലിനോട് കളിച്ച് H2-ൽ എത്തിച്ചു കൊടുത്തിരിക്കുന്നു ടീമിനെ. നല്ലൊരു കാര്യമാണ്. അവർക്ക് അത്യാവശ്യം കിൽ പോയിന്റ് ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ #2 എത്തിച്ചു കൊടുത്തത് വലിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇവിടെ നോക്കാം. ഫൈനൽ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 30 കില്ലോട് കൂടി 40 പോയിന്റ് ആണ് TVCSK ഒരു സിംഗിൾ മാച്ചിൽ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് KVA നോക്കുകയാണെങ്കിൽ 18 കില്ലോട് കൂടി #5 ആണ്, പക്ഷെ 21 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. BH നോക്കുകയാണെങ്കിൽ 10 കില്ലോട് കൂടി #2 ഇവിടെ 16 പോയിന്റ് സെക്യൂർ ചെയ്ത് #2 എത്തിയിട്ടുണ്ട്. TJ നോക്കുകയാണെങ്കിൽ #9 ആണ്, പക്ഷെ 14 കില്ല് അവർ സെക്യൂർ ചെയ്ത് 14 പോയിന്റ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആൻഡ് S7 നോക്കുകയാണെങ്കിൽ 7 കില്ലോട് കൂടി 8 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. #7 ആണ്. ANK നോക്കുകയാണെങ്കിൽ #3 1 കില്ലോട് കൂടി #3 വിത്ത് 6 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. R3X നോക്കുകയാണെങ്കിൽ 6ാം സ്ഥാനത്താണ്, പക്ഷെ 3 കില്ലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആൻഡ് RC നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്ത് ആണ്, പക്ഷെ 0 കില്ല് 4 പോയിന്റ് അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. BCSR നോക്കുകയാണെങ്കിൽ #8 ആണ്, 1 പോയിന്റോട് കൂടി 1 കില്ലോട് കൂടി 2 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ACT നോക്കുകയാണെങ്കിൽ #10 ആണ്, 0 പോയിന്റ് ആണ് അവർ സെക്യൂർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോവാം. MRC ഗോകു പ്ലെയർ സ്റ്റാറ്റസ് ഒന്ന് പറയും. നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലോബി ഷെയ്ക്ക് ചെയ്തുകൊണ്ട് KVA-ലെ ഷെയ്ഖ് മുഹമ്മദ് 7 കിലോയുടെ MVP-യിലോട് നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ TVA-ലെ ഏബൽ നമ്മുടെ 6 കിലോയുടെ നിൽക്കുന്നു. അതിന്റെ പിറകെ തന്നെ നമ്മുടെ സെക്കൻഡ് 5 കിലോയുടെ നിൽക്കുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വരെ ആ ടീമിന് വേണ്ടി നിന്ന് നമ്മുടെ BH-ലെ തുരുമ്പ് 5 കിലോ എടുക്കുന്നു. TVA-ലെ മെസ് ബോയ് 5 കിലോ എടുക്കുന്നു. മോബി 4 കിലോ എടുക്കുന്നു. TJ-ലെ സ്മോക്ക്ഡ് ബാബ്സ് 4 കിലോ എടുക്കുന്നു. വിംബി 3 കിലോ എടുക്കുന്നു. ആഷ് 3 കിലോ എടുക്കുന്നു. ബാലക്കെ നായർ 3 കിലോ എടുക്കുന്നു. ലൂക്കാസ് 3 കിലോ എടുക്കുന്നു. അങ്ങനെയാണ് ഇന്ന് പോയിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡോമിനേഷൻ തന്നെയാണ് നമ്മുടെ TVയുടെ ഭാഗത്ത് കണ്ടോണ്ടിരുന്നത്. KVAയും TVAയും എല്ലാവരും TJ എല്ലാവരും നല്ലപോലെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിലും നമ്മുടെ ലാസ്റ്റ് ആ ഒരു ഡോമിനേറ്റിംഗ് ആയ 2 ടീം തമ്മിലൊരു ഫൈറ്റ് നമ്മൾ കണ്ടു. നല്ലൊരു ഫൈറ്റ് 9v9 പ്ലേയേഴ്സ്, 2 ടീമിലും 9 പ്ലേയേഴ്സ് ആയിരുന്നു. ഒരു നല്ലൊരു മാച്ച് കണ്ടു. അവസാനം നമ്മുടെ TVA ഫസ്റ്റ് ഈ ഒരു ഗ്രൂപ്പ് Gയിലെ ഫസ്റ്റ് മാച്ച് ചാമ്പ്യൻ ആയിരിക്കുന്നു. ബ്ലാക്ക് സ്ക്വാഡ് #5 അല്ല, #5 ആണ്, #3 അല്ല, #5 ആണ്. TVA vs KVA നടക്കുന്ന സമയത്ത് ബാക്കി 3 സ്ക്വാഡ് അലൈവായിരുന്നു. നമുക്ക് TVA എന്നൊരു TVX CSK എന്നൊരു പ്ലെയറിനെ ഒരു 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കാം. ഒന്ന് വിളിക്കണേ പ്ലീസ്, ഒന്ന് ട്രാക്ക് ചെയ്യണേ. ചന്ദ്രൻ ട്രാക്ക് ചെയ്താൽ, കാരണം പുള്ളിയുടെ ആകെ നോക്കായപ്പോ മാത്രം സ്ക്രീനിലെ പേര് കാണിച്ചിരുന്നത്. അപ്പൊ പുള്ളിയുടെ ആണോ? എന്നാ ആരെങ്കിലും ഒരാളെടുത്ത് വരാൻ പറ. നന്നായിട്ട് കളിക്കുന്ന ആരെങ്കിലും വിളിക്കാവോ അവിടെ? ഓക്കെ ഇപ്പൊ TVയുടെ സൈഡിൽ നിന്ന് ഒരാൾ വരുന്നതായിരിക്കും, നമുക്ക് നോക്കാം. ഷോർട്ട് ബ്രേക്ക്. ബോസ് അണ്ണനെ പ്രതീക്ഷയോടെ ബാബു യെസ്. സോ പറയുവാണെങ്കിൽ നമ്മുടെ ഈഗിൾ ശ്വാസം എടുക്കാൻ വേണ്ടി ഒരു സമയം വരുമ്പോൾ അപ്പോഴേ തുടങ്ങണം. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ബാബുവിന് സമയം വേണ്ടി തരും. ബാബു, ഞാൻ ഒരു ബെറ്റർ ഐഡിയ പറയാം. ഫൈറ്റ് കമ്മിറ്റ് ആകുമ്പോ ഞാനും ഗോകുവും ഞങ്ങൾ നിർത്തി ഞങ്ങൾ അതാ ഫ്ലോയിലാ. ഫൈറ്റ് അല്ലാത്ത സമയത്ത് നീ സംസാരിക്കണം. ഓക്കെ, താളം പ്ലസ് ഇത് മനസ്സിലായി. അതാവുമ്പോ ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. നമുക്ക് പ്ലീസ് ഇവിടെ ഒരു കാസ്റ്റർ ചാനലാണ്, ഇവിടെ ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. TVAക്ക് വേണ്ടി TVAX CSKക്ക് വേണ്ടി ചന്ദ്രബോസ്, മുന്നിൽ നിന്ന് നയിക്കുന്ന ചന്ദ്രബോസ് ഇവിടെ VC-യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് മാച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. 2 വാക്ക് സംസാരിക്കണം ചന്ദ്രബോസ് പ്ലീസ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. 2 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മള് എല്ലാരും ഒരു എന്താ പറയാ ഒരു ഒത്തൊരുമയോടെ കളിച്ച്. മോബിയാണ് നമ്മുടെ IGL, മോബിയാണ് കോളും കാറിലൊക്കെ കളിക്കുന്നത്. നമ്മുടെ സോൺ പ്രഡിക്ഷനും എല്ലാം പക്കയായിരുന്നു, കറക്റ്റ് ആയിട്ട് കളിച്ച എല്ലാരും. ആണല്ലേ? പിന്നെ എന്താണ് മാച്ച് എക്സ്പീരിയൻസ്, ടൂർണമെന്റിനെ പറ്റി ഒരു 2 വാക്ക് ചന്ദ്രബോസിനെ പോലെ ഒരാളുടെ വായിൽ നിന്ന് നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് നല്ലതായിരുന്നു. ടൂർണമെന്റ് എല്ലാം നന്നായിരുന്നു. എല്ലാം ആദ്യത്തെ ദിവസം ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നുമില്ല. നമ്മൾ ആദ്യത്തിന് ശേഷം ആണല്ലോ ഇപ്പൊ കളിക്കുന്നത്.
അപ്പൊ എല്ലാ അടിപൊളി സ്മൂത്ത് ആൻഡ് ബട്ടർ സ്മൂത്ത്. ബട്ടർ സ്മൂത്ത് ആയിരുന്നു. പിന്നെ കപ്പം നമ്മൾ തന്നെ എടുക്കും. അപ്പൊ എല്ലാം ഓ. ബൈ ബൈ. ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ടുവരും. ഇതുപോലെ ശരി 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 ഒന്നും ബൈ ബൈ. ചെയ്യാതിരുന്നാൽ മതി. നീ സംസാരിക്കാം പ്ലീസ്. ഞാൻ ഇറങ്ങണേ. ഓക്കെ. താങ്ക് യു സോ മച്ച് അതെ. TVX ചന്ദ്രബോസ്, TVX DSK ചന്ദ്രബോസ് ഇവിടെ വന്ന് രണ്ടു വാക്ക് നമുക്ക് വേണ്ടി സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദി. തിരക്ക് വില ഈഗിൾ ഗെയിമിംഗ് പറയൂ MRC. പറയുകയാണെങ്കിൽ മറ്റേ ഡയലോഗ് അടിക്കാത്തൊരു നന്നായി നമുക്ക് മനസ്സിലായില്ല. ഈ ഒരു കളിയിൽ കില്ലൊന്നും എടുത്തില്ല, അടുത്ത കളിയിലെങ്കിൽ കില്ലെടുക്കാവോ അങ്ങനെ ചോദിക്കാത്തൊരു നന്നായി മനസ്സിലായി. നാളെ തന്നെ അത് കട്ടായി വന്നേനെ മനസ്സിലായി. ഉറപ്പായിട്ടും കാരണം ഇത്രയും നമ്മുടെ പേടിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ രണ്ടുപേരുടെയും തിരുമൂന്ന് ഇടത്തും വലത്തുമായി വെച്ചേക്കുന്നത് അതിലും വലിയൊരു പ്രശ്നമാണ് നമുക്ക്. അതെ, അതെ, എന്തായാലും അതെ, അതെ. ഓക്കെ.